ഇത് തലമുറകളായിട്ട് കൈമാറി നടത്തുന്ന ഒരു ലാബറട്ടറിയാണത്. ആണോ? പിന്നെ ഇവിടെ സെലിബ്രിറ്റീസ് വരെ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഏത് സെലിബ്രിറ്റി? ബിജുക്കുട്ടൻ ഇവിടെ വന്നിട്ടുണ്ടോ? ഒരു ദിവസം ഞാൻ നോക്കാം ബിജുക്കുട്ടൻ വേർത്ത് കുടിച്ച് ഡോറും തള്ളി തുറന്ന് വന്ന ഒരു പകച്ച മുഖമായിട്ട് നിൽക്കുവോ. ഞാൻ ചോദിച്ചു എന്നാ പറ്റി? എന്റെ പൊന്ന് രത്നാകരൻ ചേട്ടാ, എനിക്ക് എന്തോ കംപ്ലൈന്റ് ഉണ്ട്, ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴല്ലേ ഞെട്ടിപ്പോയത്. എന്നാ ബ്ലഡിൽ ട്രിപ്പിൾ സെഞ്ചുറി അടിച്ച് നിൽക്കുമല്ലേ. ആയന പുള്ളി ക്രിക്കറ്റ് കളിക്കാരനാണോ? അല്ലെന്ന് ഷുഗർ 300 കയറി നിൽക്കുന്നു. ഇത് കണ്ടതും പുള്ളി കണ്ടിട്ട് വെട്ടി വെക്കാൻ തുടങ്ങി, ടെൻഷൻ കയറിട്ട്. ബിജുക്കുട്ടൻ ഞാൻ പറഞ്ഞു എന്തിനു ബിജുക്കുട്ടാ ടെൻഷൻ, രത്നാകരൻ നിൽക്കുമല്ലേ. ഞാൻ ആ 300ന്റെ റിസൾട്ടിങ് മേടിച്ച് കമ്പ്യൂട്ടറിലേക്ക് കയറ്റിട്ട് ഒരു 150 ആക്കി അടിച്ചു. ആ മുഖത്തെ സന്തോഷം ഒന്ന് കാണായിരുന്നു. കൂളായിട്ടല്ലേ ഇവിടുന്ന് പോയത്. ഇപ്പൊ എല്ലാ തിങ്കളാഴ്ച എന്നെ വിളിക്കും. ഞാൻ ചേട്ടാ എന്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം, ഞാൻ എപ്പോഴാണ് അങ്ങോട്ട് വരേണ്ടത്. ഞാൻ പറയും എന്തിനു ബിജുക്കുട്ടാ ഇങ്ങോട്ട് വരുന്നത്, ഷൂട്ടിങ്ങിൽ ശ്രദ്ധിക്കൂ, റിസൾട്ട് ഞാൻ ശ്രദ്ധിക്കാം. ബിജുക്കുട്ടന്റെ ബ്ലഡ് വേണ്ടേ? ബ്ലഡ് എന്തിനു, ബ്ലഡ് നേരത്തെ എടുത്ത് ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അതുകൊണ്ട് ആ റിസൾട്ട് 150 ഇരുന്നു അങ്ങനെ ഒരു ഇത് അടിച്ചു കൊടുക്കും. അത് ശരി. വേറെ വിഷയം പറ്റി. എന്നാ ഈ സംഭവം എങ്ങനെയോ സംക്രാന്തി നസീറായിരുന്നു. പുള്ളി വിളിച്ചേക്കുന്നു, രത്നാകരൻ ചേട്ടാ എന്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു അതിനെ ചെയ്യാമല്ലോ. അപ്പം അത് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തു. അടുത്ത ദിവസം വാട്സാപ്പിൽ റിസൾട്ട് കിട്ടി കൊടുത്തു. അല്ല അപ്പൊ പുള്ളിയുടെ ബ്ലഡ് വേണ്ടേ? എന്തേലും ബിജുക്കുട്ടന്റെ ബ്ലഡ് ഇരിക്കുമല്ലേ. അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും? രണ്ടുപേരും സെലിബ്രിറ്റീസ് അല്ലേ, കലാകാരന്മാർക്കല്ല ഒരു ചോര എന്നാ പറയുന്നത്.